ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി കിച്ചൺ. ഇന്ന് നമ്മൾ മൗറീഷ്യസിലെ ഒരു ഐലൻഡ് വിസിറ്റിന് പോവുകയാണ്. ഇലയോക് സെർവ്സ് ഐലൻഡ്. ഇതൊരു പ്രൈവറ്റ് ഐലൻഡ് ആണ്. മൗറീഷ്യസിലേക്ക് വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു ഐലൻഡ് വിസിറ്റ്. ഞാനിവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോയിട്ടുണ്ടെങ്കിലും ഇത് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. ടൂർ ഓപ്പറേറ്റർമാർ വഴിയോ ബോട്ട് ഓപ്പറേറ്റർമാർ വഴിയോ പ്രീ ബുക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു ഐലൻഡിലേക്ക് പോകാൻ. കാറ്റമറൈൻ ക്രൂസിലോ സ്പീഡ് ബോട്ടിലോ നമുക്ക് അവിടേക്ക് പോകാം. ഞങ്ങൾ സ്പീഡ് ബോട്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പല പാക്കേജസും അവൈലബിൾ ആണ്. ഞങ്ങളൊരു 1 ഡേ പാക്കേജാണ് കേട്ടോ ചൂസ് ചെയ്തത്. അതിൽ ഐലൻഡ് വിസിറ്റും വാട്ടർഫോൾ വിസിറ്റും പിന്നെ ബാർബിക്യൂ ലഞ്ച് കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നു. ലഞ്ച് ഓപ്ഷനിലാണ്. അതൊഴികെ ഒരാൾക്ക് 800 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. ബാർബിക്യൂ ലഞ്ചിന് 400 രൂപ. അങ്ങനെ ഒരാൾക്ക് 1200 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നിട്ടുണ്ടായിരുന്നത്. നാട്ടിലൊരു 2000 രൂപയുടെ അടുത്ത് വരും. ട്രൂഡോക്സ് എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങളുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തത്. ബോട്ടിനകത്ത് മണലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചെരുപ്പൊക്കെ ആദ്യം തന്നെ ഒരു ബാസ്ക്കറ്റിലിട്ട് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 9:30 ആകുമ്പോൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. For this I've been waiting long. Now we're floating in Jamaica under white palm sand. അങ്ങനെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ ഐലൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇളം പച്ച കലർന്ന നീല നിറത്തിലുള്ള കടലിന് നടുവിൽ നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞ് ഐലൻഡ് ആയിരുന്നു കേട്ടോ അത്. Chef, I'm Odunel, okay? So we're with the Association of Boat and the activities on the island here, okay? And at what time is your appointment? 12 o'clock? Yeah. So 12 o'clock, everybody will meet close to the jetty here, okay? Swimming, best place for swim is at the back of you, inside of the yellow balls, okay? You can even have a swim between of the 2 islands. It's safe for swimming, okay? On your same steps, okay? All operation is 3 hours, so you can't make whole round by foot. It's not pushing. 12 മണി വരെ നമുക്ക് ഈ ഐലൻഡ് നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്ക് അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതൊന്നും പാക്കേജിൽ ഇൻക്ലൂഡ് അല്ല. അതുകൂടാതെ ഇവിടെ റെസ്റ്റോറൻറ്റ്സും ബാറും ഒക്കെ ഉണ്ട്. സ്വിമ്മിങ്ങിന് പറ്റിയ ആഴം കുറഞ്ഞ സ്ഥലം അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇറങ്ങി കുളിക്കുകയും ചെയ്യാം. എല്ലാം കഴിഞ്ഞൊരു 12 മണി ആകുമ്പോൾ ഞങ്ങൾ ബോട്ട് ഇറങ്ങി ആ സ്ഥലത്ത് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടേക്ക് നമ്മുടെ ബോട്ട് വരും. അവർ നമ്മളെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വേറൊരു ഐലൻഡിലേക്ക് കൊണ്ടുപോകും. പന്ത്രണ്ട് മണി ആയപ്പോൾ നമ്മുടെ ബോട്ട് വന്നു. ഞങ്ങൾ അതിൽ കയറി ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ.
അങ്ങനെ കുറച്ച് നേരത്തെ സാഹസത്തിന് ശേഷം ഞങ്ങൾ കരയെത്തി. ബാർബിക്യൂ ലഞ്ച് കഴിക്കാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടാവും ഫുഡ് എന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരാൾ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള ടേബിളൊക്കെ കാണിച്ചു തന്നു. ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ. ആ കാണുന്ന ബോട്ട് കണ്ടില്ലേ, അതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. അങ്ങനെ നമ്മുടെ ഫുഡ് ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. ആദ്യം തന്നെ നമ്മുടെ ഡ്രിങ്ക്സ് വന്നു. അത് കഴിഞ്ഞ് ഗാർലിക് ബ്രെഡും പാസ്തയും സാലഡും വന്നു. അവസാനമാണ് നമ്മുടെ മെയിൻ ഐറ്റംസ് വരാൻ തുടങ്ങിയത്. ഗ്രിൽഡ് ചിക്കൻ, ഗ്രിൽഡ് ഫിഷ്, ഗ്രിൽഡ് സോസേജ്. നല്ല ഫുഡായിരുന്നു. ആ പാസ്തയും സാലഡും കുറച്ച് മധുരമുള്ളതായിരുന്നു. അതൊഴികെ ബാക്കിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കൊടുത്ത പൈസയ്ക്ക് അൺലിമിറ്റഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ബീച്ച് സൈഡിൽ ഇതുപോലൊരു ബാർബിക്യൂ ലഞ്ച്, അതൊരു അടിപൊളി വൈബായിരുന്നു. ഒരു 2 മണിയായപ്പോൾ നമ്മുടെ ബോട്ട് വന്നു. ഇനി നമ്മൾ പോകുന്നത് വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ അത്. ആ ഒരു വെള്ളച്ചാട്ടം കൂടി കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.